മുസ്ലിങ്ങൾ ന്യൂനപക്ഷ പദവി അർഹിക്കുന്നില്ലെന്നും പാർസികൾ മാത്രമാണ് ന്യൂനപക്ഷ പദവിക്ക് അർഹരെന്നും നേരത്തെ പറഞ്ഞ നജ്മ ഹിബത്തുള്ള ഇന്ന് നിലപാട് മാറ്റി. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലെന്ന് പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജനസംഖ്യ എടുത്താൽ ഏറ്റവും അധികം മുസ്ലിങ്ങളെന്നാണ് പറഞ്ഞത്. എല്ലാ വിഭാഗങ്ങൾക്കും അവരുടേതായ പ്രശ്നമുണ്ടെന്നും എല്ലാവരുടെയും പുരോഗതിയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും മന്ത്രി ഇന്ന് കൂട്ടിച്ചേർത്തു. विदिन द अल्पसंख्यक में 6 अल्पसंख्यक नियुक्त हुए हैं अलग अलग समुदाय के. उसमें मुसलमान सबसे ज्यादा मेजर है और पारसी सबसे कम है. ये कंपैरिजन में था. നജ്മയുടെ ആദ്യത്തെ പ്രസ്താവന വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷാവകാശം ഇല്ലെന്ന് പറയാൻ ഒരു മന്ത്രിക്ക് അവകാശമില്ലെന്നാണ് കോൺഗ്രസ് നേതാവും മുൻ ന്യൂനപക്ഷക്ഷേമ മന്ത്രിയുമായ റഹ്മാൻ ഖാൻ പ്രതികരിച്ചത്. Article 30 specifically says, gives certain rights under the Constitution and fundamental rights to the minorities. And then under that, the minorities are defined by the Minorities Commission Act. So hence, nobody has the right to say the Muslims are not the minorities. ഇത്തരം പ്രസ്താവനകൾ ന്യൂനപക്ഷങ്ങളിൽ അരക്ഷിതബോധം വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് CPI നേതാവ് ഗുരുദാസ് ദാസ് ഗുപ്തയും പ്രതികരിച്ചു. ന്യൂനപക്ഷക്ഷേമം ലാക്കാക്കിയുള്ള 15 പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രമേ തുടരുകയുള്ളൂവെന്നും നജ്മ പറഞ്ഞിരുന്നു. പിന്നാക്ക മുസ്ലിങ്ങൾക്ക് OBC-ക്കുള്ളിൽ 4.5% ഉപസംവരണം അനുവദിക്കില്ലെന്നും നജ്മ വ്യക്തമാക്കിയിരുന്നു. മോദി മന്ത്രിസഭയിലെ ഏക ന്യൂനപക്ഷാംഗമാണ് നജ്മ ഹിബത്തുള്ള. ന്യൂസ് ഡെസ്ക് മീഡിയ 1.